നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2.5 വർഷങ്ങൾക്ക് ശേഷം ശനി രാശിമാറ്റം നടത്തിയിരിക്കുകയാണ്. കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശനിയിലുണ്ടായിട്ടുള്ള ഈ മാറ്റത്തോടെ ചില നക്ഷത്രക്കാരിൽ 7 ശനിയും അതുപോലെ തന്നെ ശനിദോഷവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ശനിദോഷങ്ങൾ അകന്ന് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. 7.5 ശനി കൂടാതെ ശനിദൃഷ്ടിയാൽ ചെറിയ രീതിയിൽ ദോഷങ്ങൾ നേരിടേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇവ കുറക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ പറയുന്നത് രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. രേവതി നക്ഷത്രക്കാർ ഈ ഒരു സമയം ലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ ആരാധിക്കേണ്ടതുണ്ട്. ലക്ഷ്മി കടാക്ഷത്തിനായിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരാം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുക, പുതിയ ബിസിനസ്സിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയം ചെയ്യാൻ പാടുള്ളതല്ല. പണവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ധനനഷ്ടം അത്രമേൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. തെറ്റായിട്ടുള്ള ഒരു ചെറിയ തീരുമാനങ്ങൾ പോലും നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. ഈ ഒരു സമയത്ത് നിങ്ങൾ ബിസിനസ്സിലൊന്നും പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത്. നഷ്ടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാർ കുറച്ച് നാളത്തേക്ക് ഇനി കയ്യിൽ കൂടുതൽ പണം സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള അമ്മയുടെ കയ്യിലോ ഭാര്യയുടെ കയ്യിലോ ഏൽപ്പിച്ചോളൂ. ആവശ്യത്തിന് മാത്രം പണം വാങ്ങിക്കുക. അല്ല ചേച്ചിയുടെ കയ്യിൽ, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളെടുത്തായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം അങ്ങനെയും പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം, കയ്യിൽ നിങ്ങൾ അമിതമായിട്ട് പണം കരുതിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പണം ചിലവാക്കിയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കുറച്ച് കുറക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് പ്രതിസന്ധികൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലും പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. ജോലി സ്ഥലങ്ങളിലൊക്കെ അല്പം ശ്രദ്ധയോടെ ഇരിക്കണം. പലപ്പോഴും നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരോട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നത് പലരും നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന വിധത്തിൽ ഇവ പ്രയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കുകളും വളരെയധികം സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകൾ പോലും ചില സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരോടൊക്കെ കയർക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. പക്ഷേ അതിനെയൊക്കെ മറികടക്കണം. കഠിനാധ്വാനത്തോടെ പ്രവർത്തിക്കുക. ശനിദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും അത് നടത്തിയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ലക്ഷ്മി ദേവിയെ ആരാധിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് നാമജപം നടത്തുക. അപ്പോൾ രേവതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരെ പറ്റിയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ബാധ്യതകൾ സ്വയം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാരിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അസുഖങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്ത് തളർന്നു പോകാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ള മനക്കരുത്ത് നിങ്ങൾ നേടിയെടുക്കണം. മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക, അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാ കാര്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ, സ്വന്തം സുഹൃത്തായാലും എത്ര നല്ല ബന്ധുക്കളായാലും നിങ്ങൾ വിശ്വസ്തയോടെ കൊണ്ടു നടക്കുന്ന ആളായാലും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. പുതിയ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ പദ്ധതിയിടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയില്ല, പക്ഷേ സാമ്പത്തിക വിഷയത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ഇനി ഈ നക്ഷത്രക്കാർ ദോഷങ്ങളും വിഘ്നങ്ങളും അകറ്റാൻ ഗണപതി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായിട്ട് ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ശ്രദ്ധ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ പോലും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം, വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയുണ്ടാവും. എത്രയൊക്കെ പണം കയ്യിൽ വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് ചിലവുകൾ വരിക, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുക, കയ്യിലൊട്ടും തന്നെ ധനം നിൽക്കില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പണം സൂക്ഷിച്ച് ചിലവഴിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അനാവശ്യമായിട്ടുള്ള ആഘോഷങ്ങൾ, പരിപാടികൾ അതൊക്കെ കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കില്ല. ബിസിനസ്സുകളൊന്നും തുടങ്ങാനേ പാടില്ല നിങ്ങൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് വഴിയും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. ഗണപതിക്ക് വഴിപാട് നേരുന്നതും നല്ലത് തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ശനിയാഴ്ചകളിൽ സാധിക്കുന്ന എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. എല്ലാ ശനിയാഴ്ചകളിലും, മറ്റുള്ള ദിവസങ്ങളിൽ പോകേണ്ട എന്നല്ല, ശനിയാഴ്ച ദിവസങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.